എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന അനുഭവം ഉണ്ടല്ലോ, അത് എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മള് ചിലപ്പം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ കുറിയൊക്കെ നെറ്റിയിൽ തൊടും, ഭഗവാന്റെ നാമത്തിലെ എണ്ണ തൊട്ട് നാവിലാക്കും. ചിലതൊക്കെ അതൊരു വഴിപാടായിട്ട് ദിവസവും ചെയ്യുന്നല്ലേ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെയ്യുക. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് കേട്ടോ. ഭഗവാന്റേതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ അല്ലേ നമ്മളത് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഇവിടെ ഒരമ്മ അയച്ചു തന്നിരിക്കുന്നത്. അമ്മ മകന് വേണ്ടി അയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എങ്കിലേ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പം വായിക്കാം. എൻ്റെ പേര് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് സാർ എന്നൊക്കെയാണ്. സാറിനൊന്നും വിളിക്കേണ്ട കേട്ടോ, ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. ഞാൻ ത്രിമധുരത്തിലെ അംഗമായ അജിതയാണ്. സാറ് തിരുവോണത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് ഒരു മകനേ ഉള്ളൂ. 19 വയസ്സാണ്. ഒരു മജീഷ്യൻ കൂടിയാണ്. പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അടൂര് IHRDയിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുകയാണ്. അടൂരിന് കുറച്ചപ്പുറത്ത് മോനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ. തിരുവോണത്തിന് രാത്രി 8 മണിക്കാണ്. രാവിലെ 6 മണിക്ക് കുളിച്ച് വിളക്ക് കൊളുത്താൻ ചെന്നപ്പോൾ ഭഗവാന്റെ മുഖം വല്ലാതെ ഇരുണ്ടിരിക്കുന്നു. സങ്കടമുള്ളതായിട്ട് തോന്നിയിട്ടോ എനിക്ക്. വല്ലാതെ വിഷമമായി. ഞാൻ ഭഗവാനോട് ചോദിച്ചു, എന്താ ഭഗവാനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? ഓരോരുത്തരുടെയും പേരെടുത്ത് ചോദിച്ചു. എനിക്ക് ഈ തിരുവോണമായിട്ട് വിഷമമാണ് അല്ലേ കണ്ണാ തരുന്നത്. അങ്ങനെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടി നോക്കിയപ്പോൾ വിഷമം മാറി, സന്തോഷമായിരിക്കുന്നു. കൃഷ്ണൻ തുളസിമാലൊക്കെ കെട്ടിയിട്ട് പ്രോഗ്രാമിന് പോകാൻ നേരം കുഞ്ഞിന് ഭഗവാന്റെ എണ്ണ കുറച്ച് ഉച്ചിയിൽ തേച്ച് കഴുത്തിലും പുരട്ടി കുറച്ച് കുടിപ്പിക്കുകയും ചെയ്തു. പ്രോഗ്രാമിന് ചൊല്ലാൻ വേണ്ടി അയച്ചിരുന്ന നെറ്റിയിൽ ഭഗവാന്റെ കളഭവും ഇട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ, മോന്, ചേട്ടൻ, കൂട്ടുകാരനാണ് വണ്ടിയുമായി വന്നത്. വണ്ടിയിൽ കയറി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് വണ്ടി ഒന്ന് ഉയർന്ന് താണുട്ടോ. ഞങ്ങളെല്ലാവരും ഭയന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രോഗ്രാമിൻ്റെ സ്ഥലത്തെത്തി. എല്ലാവരും വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ ഗാനമേളയാണ്. സ്റ്റേജിൽ ഗാനമേളക്കാരുടെ സാധനങ്ങളാണ്, എല്ലായിടത്തും വയറുകളാണ്. ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ പറയാണ്, മൈക്കിൽ കറണ്ട് അടിക്കുന്നുവെന്ന്. മൈക്കിൽ കോളർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ ബട്ടൺ ഉണ്ട്. അത് ഇരുമ്പ് കൊണ്ട് പണിതാണ്. സ്വർണ്ണമാല കഴുത്തിലുണ്ട്. കറണ്ടുള്ള മൈക്ക് തറയിൽ വെക്കാതെ കോളറിലിട്ട് ഞാൻ ഉടനെ കൂട്ടുകാരനോട് പറഞ്ഞു, മോനെ മൈക്ക് ഊരാൻ പറയാൻ. മോൻ ഉടനെ ഊരി ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. ആ മോനും കറണ്ട് അടിക്കുന്നതായിട്ട് തോന്നി. ഒരുപാട് സമയം കയ്യിൽ പെരുപ്പുണ്ടായി ആ കുഞ്ഞിന്. മൈക്ക് ഓണായിരുന്നത് കൊണ്ട് പറയുന്നത് അവർ കേട്ടിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് അത് ഓഫാക്കി. പിന്നെ ലൈറ്റ് വന്നു. അവസാനത്തെ ഐറ്റം ചെയ്ത് പ്രോഗ്രാം നിർത്തി. പുറത്തെത്തിയപ്പോൾ കൂട്ടുകാരൻ്റെ കൈ മരവിച്ചു പോയ കാര്യം അറിഞ്ഞപ്പോൾ ശരിക്കും ഭയന്നുപോയി. കാരണം ഞങ്ങളുടെ വീടിനടുത്ത് കറണ്ട് അടിച്ച് മരിച്ചിരുന്ന ഒരു കുട്ടി ഇരുമ്പ് തൂണിൽ പിടിച്ചപ്പോഴാണ് മരിച്ചത്. മഴയുണ്ടായിരുന്നു. എൻ്റെ മോന് വരുന്ന ആപത്ത് ഭഗവാൻ മാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഭഗവാന്റെ കളഭവും കുഞ്ഞിൻ്റെ തലയിലും കഴുത്തിലും നാവിലും ഒക്കെ എണ്ണയൊക്കെ പുരട്ടിയിരുന്നു. എൻ്റെ മോന് ഒന്നും സംഭവിക്കാതിരുന്നത് എൻ്റെ മോനെ രക്ഷിച്ചു എൻ്റെ ഗുരുവായൂരപ്പൻ, എൻ്റെ പൊന്നുണ്ണി. 1000 നന്ദിയാണോ സ്നേഹമാണോ എന്താണ് ഗുരുവായൂരപ്പനോട് പറയേണ്ടത്? അപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുകയാണ്, നമുക്കൊരു ഓറ ക്രിയേറ്റ് ചെയ്യുകയാണ് ഭഗവാൻ നമ്മുടെ ചുറ്റിലും. നമുക്കൊരു പ്രൊട്ടക്ഷൻ. നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭഗവാനെ സ്മരിക്കുന്നത് എന്നൊക്കെ ചോദിക്കൂലേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് സമാധാനവും നമുക്കൊരു സംരക്ഷണവും. ആരുമില്ലാത്തവർക്ക് സംരക്ഷണമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന ഏറ്റവും നമ്മളെ സംരക്ഷിക്കുന്ന ഉറപ്പുള്ള വ്യക്തിയാണല്ലേ ഭഗവാൻ. അപ്പം ആ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ഉറപ്പുള്ള അമ്മ മകനെയും കൊണ്ട് പോയി. മകന് വേണ്ടതൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ പ്രൊട്ടക്ഷനുള്ള കാര്യം ഇതൊക്കെയാണല്ലേ. അമ്മമാർക്ക് അത്രയൊക്കെയാണ് ചെയ്യാൻ പറ്റുക. പക്ഷേ അതിനാണ് ഏറ്റവും പവർ ഉണ്ടാവുക എന്നുള്ള ഒരു സംശയമില്ല. അപ്പം മകന് വരുന്ന ആപത്ത് ആർക്കും ഒരു ആപത്തും ഇല്ലാതെ അങ്ങോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് സത്യം. എത്രയോ മനോഹരമായ അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. 7 പേർക്ക് എല്ലാ മാസവും കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.